ലയണൽ മെസ്സിയും അർജന്റീന ഫുട്ബോൾ ടീമും നവംബറിൽ കേരളത്തിൽ എത്തില്ലെന്ന് പറയുകയാണ് അർജന്റീനിയൻ മാധ്യമങ്ങൾ. ലോക ചാമ്പ്യന്മാരെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ ഇവിടെ നടക്കുന്നതിനിടെയാണ് ഈ വാർത്ത പുറത്തു വന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അർജന്റീനയിലെ ദിനപത്രമായ ദ നേഷൻസ് ആണ് ഈ വിവരം പുറത്തുവിട്ടത്. നിർഭാഗ്യവശാൽ ഇന്ത്യ കരാറിലെ വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിച്ചെന്നും അതിനാൽ കരാർ പ്രകാരമുള്ള മത്സരം AFA മറ്റൊരു തീയതിയിലേക്ക് നീട്ടുന്നത് പരിഗണിക്കുന്നു എന്നുമാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. നവംബറിൽ തന്നെ മത്സരം നടത്താൻ സാധ്യമായതെല്ലാം ചെയ്തിരുന്നു. മത്സരം നടക്കുന്ന ഗ്രൗണ്ടും ഹോട്ടലും കാണാനായി അസോസിയേഷൻ പ്രതിനിധി ഇന്ത്യ സന്ദർശിച്ചു. പക്ഷേ ഇന്ത്യക്ക് കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി പാലിക്കാനായില്ല. അതിനാൽ മാർച്ചിലെ ഫൈനലിസിമയ്ക്ക് ശേഷം ഇന്ത്യയിൽ കളിക്കുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നേരത്തെ അർജന്റീനയുടെ കേരളത്തിലെ മത്സര ഷെഡ്യൂളിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയെന്ന് പ്രമുഖ സ്പോർട്സ് ചാനലായ TYC സ്പോർട്സും മുൻഡോ ആൽബി സെലസയും റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അന്നൊന്നും ആരും കാര്യമായി എടുത്തുമില്ല. അർജന്റീനയുടെ അടുത്ത 2 സൗഹൃദ മത്സരങ്ങളും അംഗോളയിൽ തന്നെയാകും നടക്കുക. വ്യത്യസ്ത ടീമുകളായിരിക്കും എതിരാളികൾ. കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ അർജന്റീനയും UEFA യൂറോ ചാമ്പ്യന്മാരായ സ്പെയിനും ഏറ്റുമുട്ടുന്ന ഫൈനലിസീമ പോരാട്ടം 2026 മാർച്ച് മാസത്തിലാണ് നടക്കുന്നത്. ഖത്തറിലെ ലുസൈൽ അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് അതിനായി പരിഗണിക്കുന്നത്. ഈ ഫൈനലിസീമയ്ക്ക് ശേഷം ഇന്ത്യയിൽ സൗഹൃദ മത്സരം കളിക്കാമെന്നാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ പറയുന്നത്. നിലവിൽ നവംബർ ആദ്യ വാരത്തിൽ അംഗോളയിൽ അർജന്റീന കളിക്കും. 50ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് മെസ്സിയും ടീമും അംഗോളയിലേക്ക് എത്തുന്നത്. അതിന് പിന്നാലെ നവംബർ 15, 17 തീയതികളിൽ കേരളത്തിലെത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം 2ാം മത്സരവും അംഗോളയിൽ തന്നെ കളിക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ ലോകകപ്പിൽ അട്ടിമറി സൃഷ്ടിച്ച് മുന്നേറി സെമി ഫൈനൽ വരെ എത്തിയ മൊറോക്കോ എതിരാളികളാകുമെന്നും പറയുന്നു. 2011 ശേഷം ആദ്യമായി ഇന്ത്യയിലെത്തുന്ന അർജന്റീനയുടെ മത്സരത്തിന് കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് വേദിയായി നിശ്ചയിച്ചത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ 2 ആഴ്ച മുന്നേ കൊച്ചി സന്ദർശിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. കേരളത്തിലെത്തുന്ന അർജന്റീന ടീമിന്റെ വിവരങ്ങൾ സ്പോൺസർമാർ കഴിഞ്ഞ ദിവസം പങ്കുവെക്കുകയും ചെയ്തു. അതിനിടെയാണ് പുതിയ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയാണ് മെസ്സിയെ എത്തിക്കുന്ന പ്രധാന സ്പോൺസർമാർ. ഈ മത്സരത്തിന്റെ ടിക്കറ്റുകൾക്ക് ലക്ഷങ്ങൾ വില വരുമെന്നാണ് കഴിഞ്ഞ ദിവസം വന്ന ചില റിപ്പോർട്ടുകൾ. എന്തായാലും സംസ്ഥാന സർക്കാർ ഉടനെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട്. അല്ലാത്ത വർഷം സ്റ്റേഡിയം നവീകരണം, അഡ്വാൻസ് ബുക്കിംഗ് എന്നീ നിലകളിൽ വ്യാപകമായ സാമ്പത്തിക ഇടപാടുകൾ നടക്കാൻ സാധ്യതയുണ്ട്. ശബരിമലയിലെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യം നമുക്കിപ്പോൾ അറിയാവുന്നതാണ്. അങ്ങനെയൊന്നും ഇവിടെ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് സർക്കാരാണ്. ഇപ്പോൾ ഈ മത്സരം സ്പോൺസർ ചെയ്യുന്ന മുതലാളി പറയുന്നത് ഈ കളി നടന്നാൽ അത് കേരളത്തിന് മാത്രമല്ല അർജന്റീനയ്ക്കും ഗുണം ഉണ്ടാക്കുമെന്നാണ്. അവർ അത് മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം. ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അർജന്റീനയ്ക്ക് കുറച്ച് കാശ് കിട്ടും എന്നല്ലാതെ വേറെ എന്താണ് കേരളത്തിൽ വന്ന് കളിച്ചാലുള്ള ഗുണം? ഇതുപോലുള്ള ഗ്രൗണ്ടുകളിൽ കളിക്കാൻ ലോകോത്തര താരങ്ങൾക്കും മടി കാണും. 100% സേഫാണ് ഇവിടുത്തെ മൈതാനമെന്ന് പറയാനും പറ്റില്ല. ചെറിയ ഒരു പരുക്കു പറ്റിയാൽ പോലും അവർക്ക് നഷ്ടമാവുന്നത് അടുത്ത വർഷം നടക്കുന്ന വേൾഡ് കപ്പ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങളാണ്. അടുത്ത കൊല്ലത്തെ വേൾഡ് കപ്പിൻ്റെ ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ വിറ്റുപോകുന്നുണ്ട്. ഇതുവരെ 1 മില്യണിലധികം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിൽക്കുന്നത്. ഇംഗ്ലണ്ട്, ജർമ്മനി, അർജന്റീന, ബ്രസീൽ എന്നീ രാജ്യങ്ങളിലും ടിക്കറ്റ് വിൽപ്പന മികച്ച രീതിയിൽ നടക്കുകയാണ്. എന്തായാലും നമ്പർ 1 ചാനലിൽ ഇപ്പോൾ ഫുട്ബോൾ എന്ന വാക്ക് തന്നെ കേൾക്കുന്നില്ല. നമ്മുടെ കായിക മന്ത്രിയും ഒന്നും പറയുന്നില്ല. ഇനി അർജന്റീന ടീം വരുന്നെങ്കിൽ അത് വല്ല B ടീമും ആകാനേ സാധ്യതയുള്ളൂ. കാരണം എതിരാളികളായ ഓസ്ട്രേലിയ വരുന്ന കാര്യവും സ്ഥിരീകരിച്ചിട്ടില്ല. മെസ്സി വരുമെന്ന് കേട്ട് വലിയ വിലക്ക് ടിക്കറ്റുകൾ എടുത്തെങ്കിൽ ഫുട്ബോൾ പ്രേമികൾ പെട്ടുപോകുമായിരുന്നു. വലിയ തുക കൊടുത്ത് B ടീമുകളുടെ കളി കാണേണ്ട ഒരു ഗതികേടും കേരളത്തിലെ കായിക പ്രേമികൾക്ക് ഉണ്ടാകുമായിരുന്നു.